അമ്മയാകുമ്പോൾ. ഓർമ്മകൾ കാട്ടുപുല്ലാന്തികൾ പോലെയാണ്. ഒരിടത്ത് വേരുറപ്പിച്ചാൽ അവിടമാകെ പടർന്ന് ഒരു കാടാവും. പിന്നെ അതിനുള്ളിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാതാവും. അല്ലെങ്കിലും ഓർമ്മകളുടെ കടും കെട്ടുകൾക്കിടയിൽ ജീവിക്കുന്ന ഒരാളാണല്ലോ ഞാൻ. അതിനിടയിൽ ഓർമ്മകൾ എഴുതുന്നത് പോലെ വേദന നിറഞ്ഞതും സംഘർഷഭരിതവുമായ ഒരു പ്രവൃത്തി ഇല്ലെന്ന് തിരിച്ചറിയുന്നു. ഗർഭകാലം സന്തോഷം നിറഞ്ഞതായിരുന്നു. കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ മനോഹര ദിനങ്ങളായിരുന്നു അതെല്ലാം. ഉദരത്തിനുള്ളിലെ കുഞ്ഞിൻ്റെ അനക്കങ്ങളിൽ തൊട്ടു തലോടിയും അതിൻ്റെ മുഖവും ചിരിയും കൈകാലുകളും ഭാവനയിൽ കണ്ടുകൊണ്ടും നടന്നു. ആയാസപ്പെട്ടുള്ള നടത്തവും നടുവേദനയും കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുമോ എന്ന ഭയത്താൽ കൂടുതൽ സമയങ്ങളിലും ശരീരമനക്കാതെ കട്ടിലിൽ തന്നെ കിടന്നു. സന്തോഷത്തിനിടയിലും അകാരണമായൊരു ഭയം എന്നെ വേട്ടയാടി. കുട്ടിക്കാലം തൊട്ടേ എനിക്കടുപ്പം ദുഃഖങ്ങളോടായിരുന്നതിനാൽ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ എനിക്കൊരിക്കലും പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയുമായിരുന്നില്ല. ആ നിമിഷങ്ങളിലൊക്കെ വിഷാദിയാവും. ആഘോഷങ്ങളിൽ നിന്നും ചടങ്ങുകളിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു മാറുമ്പോൾ അഹങ്കാരിയെന്നും നിഷേധിയെന്നും അമ്മയടക്കം മുദ്രകുത്തി. കടുത്ത അരക്ഷിതാവസ്ഥയിൽ നിന്ന് കാലാകാലങ്ങളായി രൂപപ്പെട്ട ഒരു മാനസികാവസ്ഥയായിരുന്നു അതെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഭാഷ എനിക്കറിയില്ലായിരുന്നു. ഇടയ്ക്കൊക്കെ ഉദരത്തിലെ ചലനങ്ങളെ തൊട്ട് തലോടിക്കൊണ്ട് ഞാൻ പറയും, കുഞ്ഞേ, ചിന്തകൾക്ക് കടിഞ്ഞാണില്ലാത്ത ഒരമ്മയാണ് ഞാൻ. നീ വലുതാകുമ്പോൾ സ്വഭാവത്തിൻ്റെ നിഗൂഢതയും അസ്ഥിരതയും നീ എങ്ങനെ മനസ്സിലാക്കുമെന്നറിയില്ല. എൻ്റെ ശ്വാസത്തിലൂടെയും ചിന്തകളിലൂടെയും എൻ്റെ വന്യത നിന്നിലേക്ക് എത്തുമോ എന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. കാരണം എൻ്റെ എല്ലാ വൈകാരികതയ്ക്കും മുകളിൽ വിഷാദം പാടം ചൂടിക്കിടക്കുകയാണ്. എനിക്കറിയാം കുഞ്ഞെ, ഗർഭകാലം ഏറ്റവും ആനന്ദകരമാക്കേണ്ടതാണെന്ന്. എന്നാൽ അസംതൃപ്തിയും വിഷാദവും പേറുന്ന എനിക്ക് എങ്ങനെയാണ് അതിന് കഴിയുക എന്നറിയില്ല. ഈ അമ്മയോട് നീ ക്ഷമിക്കൂ. ശ്വാസമുട്ടലും നടുവേദനയുമായിരുന്നു ഭീകരമായി അലട്ടിയിരുന്നത്. അതിലുപരി ശരീരഭാരം ക്രമാതീതമായി വർദ്ധിക്കുകയും കൃത്രിമക്കാല് പാകമാകാതെ വരികയും ചെയ്തിരുന്നു. നടക്കുമ്പോൾ കഠിനമായ വേദന അനുഭവപ്പെടാനും തുടങ്ങി. പക്ഷേ അതൊന്നും തളർത്തിയിരുന്നില്ല. കുഞ്ഞിൻ്റെ മുഖം കാണാനുള്ള ആഗ്രഹത്താൽ ഏത് പ്രതിസന്ധിയെയും നേരിടാൻ തയ്യാറായിരുന്നു. രണ്ട് കാലുകളും ഊന്നിയുള്ള സ്വാഭാവികമായ പ്രസവം സാധ്യമല്ലാതിരുന്നതിനാൽ സിസേറിയൻ എന്ന തീരുമാനം 7-ാം മാസം തന്നെ ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ സീമ അറിയിച്ചിരുന്നു. നാളുകളായുള്ള മരുന്നിൻ്റെ സ്ഥിര ഉപയോഗം ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ തകരാറിലാക്കിയതുകൊണ്ടാവാം കുറേ മരുന്നുകൾ അലർജിയായിരുന്നു, പ്രത്യേകിച്ച് വേദന സംഹാരികൾ. കടുത്ത നടുവേദന അനുഭവപ്പെട്ടിരുന്നതിനാൽ നിശ്ചയിച്ച ദിവസത്തേക്കാൾ 22 ദിവസം മുമ്പേ ഓപ്പറേഷൻ നടത്തേണ്ടി വന്നു. തെല്ല ഭയമുണ്ടായിരുന്നെങ്കിലും കുഞ്ഞിനെ കാണാനുള്ള ആവേശം ആ ഭയത്തെ പോലും ഇല്ലാതാക്കി. തലയ്ക്ക് മുകളിലായി കൂറ്റൻ ലൈറ്റുകൾ ഘടിപ്പിച്ച ഒരു ഇരുമ്പ് കട്ടിലിൽ കിടത്തി. ഡോക്ടറും വെള്ളയുടുപ്പുകളണിഞ്ഞ മാലാഖമാരും ചുറ്റിലുമായി നിരുന്നു. ഡോക്ടർ സീമ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ ഒരു കർമ്മം ചെയ്യാൻ പോവുകയാണ് ഞാൻ. രമ്യ സന്തോഷത്തോടെയും പ്രാർത്ഥനയോടെയും ധൈര്യത്തോടെയും ഈ നിമിഷങ്ങളെ നേരിടണം. അവരുടെ വാക്കുകൾ ഏറെ സന്തോഷിപ്പിക്കുകയും ആത്മവിശ്വാസം നിറയ്ക്കുകയും ചെയ്തു. അവർ കാല് ഊരി മാറ്റി. ജനനേന്ദ്രിയത്തിലേക്ക് യൂറിൻ ട്യൂബ് തിരികെ കയറ്റിയ ശേഷം എന്നെ ചരിച്ചു കിടത്തി മരവിക്കാനുള്ള കുത്തിവയ്പ് തന്നു. നട്ടലിൽ സൂചി കയറുന്ന വേദനയും നിമിഷങ്ങൾക്കകം അരയ്ക്ക് താഴെട്ട് തണുപ്പ് അരിച്ചിറങ്ങുന്നതും അറിയുന്നുണ്ടായിരുന്നു. ഭയം വർദ്ധിക്കാതിരിക്കാനും അതുമൂലം രക്തസമ്മർദ്ദം കൂടാതിരിക്കാനും ഡോക്ടർ തമാശകൾ പറഞ്ഞുകൊണ്ടും കവിതയെക്കുറിച്ചും പാട്ടിനെക്കുറിച്ചും ഒക്കെ ചോദിച്ചുകൊണ്ടുമിരുന്നു. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. പെൺകുട്ടിയാണ് രമ്യ, ഡോക്ടർ പറഞ്ഞു. അതറിഞ്ഞപ്പോൾ കൂടുതൽ സന്തോഷമായി. ആഗ്രഹിച്ചതും പെൺകുഞ്ഞിനെയായിരുന്നു. എന്നേക്കാൾ കൂടുതൽ റാമും അത് ആഗ്രഹിച്ചിരുന്നു. എപ്പോഴും വയറിൽ തലോടി ഇത് പെൺകുഞ്ഞായിരിക്കുമെന്നും അവൾക്ക് ധരിത്രി എന്ന് പേരിടുമെന്നും പറയുമായിരുന്നു. കുട്ടി പെൺകുഞ്ഞാണെന്നറിയുമ്പോൾ റാമിനുണ്ടാകുന്ന സന്തോഷമോർത്ത് മനസ്സ് നിറഞ്ഞു. ഏകദേശം 3 മണിക്കൂറിന് ശേഷമാണ് റൂമിലേക്ക് കൊണ്ടുവന്നത്. അതിനോടകം ശരീരത്തിലെ മരവിപ്പും മാറിയിരുന്നു. വേദന കാർന്നു തിന്നാൻ തുടങ്ങിയിരുന്നു. വേദന സംഹാരി മരുന്നുകൾ അലർജിയായതിനാൽ ഡോക്ടർ അത് ഒഴിവാക്കി. 20-ന് മുകളിൽ സ്റ്റിച്ചുകളുള്ള
അടിവയറ്റിലെ വേദന താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. കട്ടിലിൽ കിടന്ന് ഞരങ്ങിയും അലറിക്കരഞ്ഞും ഓരോ നിമിഷവും തള്ളി നീക്കി. അതിനിടയിൽ അമ്മയോ ചിറ്റയോ ആരൊക്കെയോ വന്ന് കുഞ്ഞിനെ പാല് കുടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മുലപ്പാൽ കുറവായിരുന്നു. അതിനാൽ മുലഞ്ഞെട്ടുകൾ ശക്തിയായി പിഴിഞ്ഞ് നഴ്സ് കുഞ്ഞിൻ്റെ വായിലേക്ക് പാൽ ഇറ്റിക്കുകയായിരുന്നു. വേദന കൊണ്ട് പുളയുന്ന എനിക്ക് അതും അസഹനീയമായി. ഒന്നുറങ്ങാൻ പോലും പറ്റാതെ വേദന കീഴ്പ്പെടുത്തി. സിസേറിയൻ കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു, രമ്യ, എത്ര വേദന സഹിക്കേണ്ടി വന്നാലും എഴുന്നേറ്റ് നടക്കണം, അല്ലെങ്കിൽ കാലുകളിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയെങ്കിലും നടന്നേ പറ്റൂ. ഡോക്ടർ പറഞ്ഞ കാര്യം ആലോചിക്കാനേ പറ്റുമായിരുന്നില്ല. നടക്കാൻ പോയിട്ടൊന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും കഴിയാത്തത്ര വേദന നിറഞ്ഞ അരക്കെട്ടിലേക്ക് എങ്ങനെയാണ് കൃത്രിമക്കാൽ ഘടിപ്പിക്കുന്നത് എന്നോർക്കുമ്പോൾ പോലും വേദന 10 മടങ്ങായി വർദ്ധിച്ചു. പക്ഷേ നടക്കാതിരുന്നാൽ ഉണ്ടായേക്കാവുന്ന അപകടമോർത്ത് 4-ാമത്തെ ദിവസം കൃത്രിമക്കാൽ വെച്ചുകൊണ്ട് നടന്നു. ഓരോ ചുവടിലും വേദന കൊണ്ട് അലറിക്കരഞ്ഞു. എൻ്റെ കരച്ചിൽ ആശുപത്രിയാകെ മുഴങ്ങി. ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു, ഡോക്ടർ, എൻ്റെ വേദന കുറയുന്നതുവരെ ഒന്ന് അബോധത്തിലാക്കാവോ? അത് കേട്ട് ഡോക്ടർ ചിരിച്ചുകൊണ്ട് കൈകൾ ചേർത്ത് പിടിച്ച് പറഞ്ഞു, സാരമില്ല രമ്യ, ഈ വേദനയൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറും. നിനക്ക് പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ അലർജി ആയതുകൊണ്ടല്ലേ, ഇല്ലെങ്കിൽ ഇത്രയും വേദന ഉണ്ടാകില്ലായിരുന്നു. ഒരു ദിവസം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നടക്കണമായിരുന്നു. റാമിൻ്റെ കൈകളിൽ പിടിച്ച് അലറി കരഞ്ഞുകൊണ്ട് മുറിക്കുള്ളിൽ നടന്നു. അതികഠിനമായ വേദനയുടെ നാളുകളായിരുന്നു അത്. 7-ാമത്തെ ദിവസം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോന്നു. ഈ 7 ദിവസവും മാതൃത്വം എന്ന വികാരം ഉണ്ടായിരുന്നില്ല. അത്രമാത്രം വേദന കീഴ്പ്പെടുത്തിയിരുന്നു. വേദന തിങ്ങി നിറഞ്ഞ തലച്ചോറിനുള്ളിൽ മറ്റൊന്നിനും സ്ഥാനമില്ലായിരുന്നു. കുഞ്ഞിൻ്റെ മുഖം പോലും നന്നായി കാണാനുള്ള മാനസിക ശാരീരിക ആയിരുന്നില്ല. സന്ദർശകരെയും അവർ പറയുന്ന പ്രസവാനന്തര ശുശ്രൂഷകളും അസഹനീയമായി അനുഭവപ്പെട്ടു. മലമൂത്ര വിസർജനം പോലും ചെയ്യാനുള്ള ഭയം കാരണം ഭക്ഷണവും വെള്ളവും കഴിക്കാൻ മടിച്ചു. പെട്ടെന്ന് മുറിവ് കൂടുമെന്ന കാരണത്താൽ കുരുമുളകിട്ട് വെച്ച വരാൽക്കറിയും ചുവന്നുള്ളി മൂപ്പിച്ച ചോറും കഴിക്കാൻ അമ്മ നിർബന്ധിച്ചു. എനിക്കതിന് കഴിയുമായിരുന്നില്ലെങ്കിലും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ ഞാനത് കഴിച്ചു. ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നത് അത്ര കഠിനമായ വേദന അനുഭവിക്കുന്ന ഒന്നാണെന്നിരിക്കെ തന്നെ ആ വേദനയെല്ലാം 10 മടങ്ങായാണ് അനുഭവപ്പെട്ടത്. ദിവസങ്ങൾ കഴിയും തോറും വേദനയുടെ കാഠിന്യം കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. അപ്പോൾ മുതലായിരുന്നു കുഞ്ഞിനെ ശ്രദ്ധിക്കാനും കളിപ്പിക്കാനുമൊക്കെ തുടങ്ങിയത്. അതുവരെ കുഞ്ഞിന് സമയത്ത് പാല് കൊടുക്കാൻ പോലുമുള്ള മാനസികാവസ്ഥയല്ലായിരുന്നു. കുഞ്ഞിനെ നോക്കിയും കാൽപാദങ്ങളിലും കവിളുകളിലും കൈകളിലും ഉമ്മ വെച്ചും തൊട്ടും തലോടിയും സമയം പോകുന്നത് അറിയുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിൻ്റെ ഇടത് കാൽമുട്ടിന് താഴെയായി ഒരു കറുത്ത പാട് പ്രത്യക്ഷപ്പെട്ടത്. അത് കണ്ടതും ഉള്ളുപിടഞ്ഞു. എൻ്റെ കാലിന് സംഭവിച്ചതോർത്ത് സ്വസ്ഥത നഷ്ടമായി. അത് റാമിനോടും അച്ഛനോടും അമ്മയോടും പറഞ്ഞപ്പോൾ അവർക്കും ഭയമായി. പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത്, അത് വെറുമൊരു മറുകാണ്, ഇതിൽ നിങ്ങൾ പേടിക്കുന്നത് പോലെ ഒന്നും തന്നെയില്ല എന്നായിരുന്നു. അതിനുശേഷമാണ് ആദി ശമിച്ചത്. പ്രസവത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ എടുത്തോ കളിപ്പിച്ചോ ശീലമില്ലാതിരുന്ന എനിക്ക് കുഞ്ഞിനെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയില്ലായിരുന്നു. കുഞ്ഞിനെ ചേർത്ത് കിടത്തിക്കൊണ്ട് ഞാൻ ആലോചിക്കുമായിരുന്നു, പണ്ടൊരിക്കൽ ഒരു ബന്ധുവിൻ്റെ കുഞ്ഞിനെ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഞാനെടുത്താൽ കുഞ്ഞിന് അംഗവൈകല്യം ഉണ്ടാകുമെന്ന് പറഞ്ഞ് തരാതിരുന്നത്. ഹൃദയം പൊട്ടിക്കരഞ്ഞ ദിവസമായിരുന്നു അന്ന്. ഇന്നിപ്പോൾ ഞാനൊരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. കാലം ചില മനുഷ്യർക്കും അനുഭവങ്ങൾക്കും മുകളിൽ നടപ്പിൽ വരുത്തുന്ന നീതിയോർത്ത് അത്ഭുതം തോന്നി. എത്രമാത്രം മൂഢവിശ്വാസങ്ങളുടെയും അബദ്ധധാരണകളുടെയും മുകളിലാണ് മനുഷ്യനെ പടുതുയർത്തിയിരിക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ മനുഷ്യനെന്ന സങ്കല്പത്തോട് തന്നെ വെറുപ്പ് തോന്നി. സാമ്പ്രദായികമായ ഇത്തരം മനുഷ്യസങ്കല്പ നിർമ്മിതികളിൽ നിന്നും പുറത്തു നിർത്തിയാവണം ഈ കുഞ്ഞ് വളർന്നു വരേണ്ടതെന്ന് തീരുമാനിച്ചു. സ്നേഹവും കാരുണ്യവും നന്മയുമായിരിക്കണം അവളുടെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കുഞ്ഞ് മാത്രമായിരുന്നു ലോകം. അവളെ കുളിപ്പിച്ചും പൊട്ടുതൊടിയിച്ചും കണ്ണെഴുതിയും അവളുടെ കളിച്ചിരികളിൽ മതിമറന്നും ജീവിച്ചു. വായനയും എഴുത്തും കവിതയും ഒക്കെ മറന്നു. അവളുടെ മോണകാട്ടിയുള്ള ചിരിയിൽ വേദനകളെല്ലാം മറന്നു. എന്നിരുന്നാലും ശരീരം വേദനകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. 59 കിലോഗ്രാമിൽ നിന്ന് അല്പം പോലും കൂടാൻ പറ്റാത്ത ശരീരഭാരം 70 കിലോ ആയി വർദ്ധിച്ചു.
59 കിലോ ഭാരമുള്ള ശരീരത്തിന് ഉതകുന്ന രീതിയിലായിരുന്നു കാൽ നിർമ്മിച്ചിരുന്നത്. അതിൽ കൂടുതൽ ഭാരമായാൽ നട്ടെല്ലിന് താങ്ങാൻ പറ്റാതെ വരും. അത് കഠിനമായ വേദനയിലേക്കും ശാരീരിക ബുദ്ധിമുട്ടുകളിലേക്കും വീഴ്ത്തും. അതുതന്നെയായിരുന്നു സംഭവിച്ചതും. നടക്കാൻ പറ്റാതെ വരികയും കടുത്ത വേദന അനുഭവപ്പെടുകയും ചെയ്തു. കുഞ്ഞിൻ്റെ ചിരിയിൽ അതെല്ലാം മറന്നു. സഹനവും സാഹസവും ജീവിതത്തിൻ്റെ പര്യായങ്ങളായി മാറി.